ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് മൊത്തം നമുക്ക് പഠിക്കാനുള്ള സിലബസിനകത്ത് പറഞ്ഞ ടോപ്പിക്സ് മാത്രം. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നുള്ളത് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്ത് മനസ്സിലാക്കണം? മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് കുറച്ച് ലോസ് ഗ്രിഗർ ജോഹൻ മെൻഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കിയാലേ നമുക്ക് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് മനസ്സിലാവുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഈ ഇൻഹെറിറ്റൻസ് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണല്ലേ, നമ്മുടെ ഓഫ് സ്പ്രിങ്ങിലോട്ട് നമ്മൾ കൊടുക്കുന്ന ആ ചില സിമിലാരിറ്റീസ് അല്ലേ, നമ്മുടെ ഓഫ് സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന ചില സിമിലാരിറ്റീസ്, അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ഓഫ് സ്പ്രിങ്ങിലോട്ട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെൻഡൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ അതേ സിമിലാരിറ്റി മാത്രമേ നമ്മുടെ ഓഫ് സ്പ്രിങ്ങിന് ഉണ്ടാവുള്ളൂ എന്നാണ് മെൻഡൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പൈസം സറ്റീവം എന്ന് പറയുന്ന പ്ലാന്റിനകത്താണ് ഗ്രിഗർ ജോഹൻ മെൻഡൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റിനകത്ത് തന്നെ സീഡ് ഷേപ്പ്, സീഡ് കളറ്, ഫ്ലവർ കളറ്, പോഡ് കളറ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിനകത്തിപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സീഡ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ അതാ റൗണ്ടും ഉണ്ട്, റിങ്കിൾഡും ഉണ്ട്. അപ്പോൾ ഈ മെൻഡലിൻ്റെ കൺസെപ്റ്റ് പ്രകാരം, മെൻഡൽ പ്രൂവ് ചെയ്തത് പ്രകാരം അദ്ദേഹം പറയുന്നത് ഈ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത് ഏത് റൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ റിങ്കിൾഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടറായിരിക്കും അത് കാണിക്കുക. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പുള്ള ഒരു പ്ലാന്റും അതുപോലെ തന്നെ റിങ്കിൾഡ് ഷേപ്പുള്ള ഒരു പ്ലാന്റ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഓഫ് സ്പ്രിങ് ഉണ്ടല്ലോ, കിട്ടുന്ന നെക്സ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ സീഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഏതർ റൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ റിങ്കിൾഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്? മെൻഡൽ പറയുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏതെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്ലവർ കളർ എടുക്കുകയാണെങ്കിൽ വയലറ്റും വൈറ്റും ആണ് ഇവിടെ പൈസം സറ്റീവം എന്ന് പറയുന്ന പ്ലാന്റിനകത്ത് കാണപ്പെടുന്ന ഫ്ലവേഴ്സ്. അത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്യാണ്. ഒരു വയലറ്റ് കളറുള്ള പ്ലാന്റും അതുപോലെ തന്നെ വൈറ്റ് കളേർഡ് ഫ്ലവറുള്ള പ്ലാന്റ് നമ്മൾ ക്രോസ് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്ന ഓഫ് സ്പ്രിങ് നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഏതർ വയലറ്റ് കളേർഡ് പ്ലാന്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് പ്ലാന്റ്സ് ഉണ്ടാവും, വൈറ്റ് കളേർഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാരൻ്റ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക എന്നതാണ് പറയുന്നത്? മെൻഡൽ പറയുന്നത്. ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഏതാണോ കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ മെൻഡൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇതിൻ്റെ ബേസിൽ ചെയ്തു. അങ്ങനെ ഒരുപാട് ലോസൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ടോൾ, അതൊരു ക്യാരക്ടറാണ് പൈസം സറ്റീവം എന്ന് പറയുന്ന പ്ലാന്റ്. ചില പ്ലാന്റ് ടോൾ ഉണ്ട്, ചില പ്ലാന്റ് ഡ്വാർഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനെ രണ്ടിനും ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ജനറേഷൻ എന്ന് പറയുന്നത് F1 ജനറേഷനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഡ്വാർഫ് പ്ലാന്റ് അവിടെ കിട്ടിയിട്ടില്ല. അവിടെ നമ്മുടെ ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ റിസസീവ് ക്യാരക്ടറാണ്, എക്സ്പ്രസ് ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ രണ്ട് പാരൻ്റ് പ്ലാന്റ് എടുത്തപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനിൽ വന്നിട്ടുള്ളൂ. അതിനർത്ഥം എന്താണ്? ഇതാണ് ഡോമിനൻ്റ് എന്ന്. പിന്നെ മാത്രമല്ല അദ്ദേഹം അതിലൂടെ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാരൻ്റെ ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനകത്ത് വരുള്ളൂ എന്നാണ് പറയുന്നത്? നമ്മുടെ ഗ്രിഗർ ജോഹൻ മെൻഡൽ. അദ്ദേഹം ഒരുപാട് ടെസ്റ്റുകൾ ഇതിൻ്റെ ബേസിസിൽ ചെയ്തിട്ടുണ്ട്. ഇതിനെ തന്നെ F2 ജനറേഷൻ എടുത്തു, F1 ജനറേഷൻ എടുത്തു. ഈ ടോൾ പ്ലാന്റ് അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സീഡ് ഷേപ്പിനെ വെച്ച് ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫ്ലവർ കളർ വെച്ച് ടെസ്റ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ലോയിലൂടെ അദ്ദേഹം എല്ലാവരെയും അറിയിച്ചത്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ. പിന്നീട് ഈ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഈ ലോസ് ഒക്കെ വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ കൺസെപ്റ്റ് തെറ്റാണെന്ന് പിന്നീട് ലോകം മനസ്സിലാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റെഡ് കളർ ഫ്ലവറും അതുപോലെ തന്നെ വൈറ്റ് കളേർഡ് ഫ്ലവറും എടുത്തു, എന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ മെൻഡലിൻ്റെ കൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ എങ്ങനെ വരണം? നമ്മുടെ റെഡ് കളറും വൈറ്റ് കളറും തമ്മിൽ ക്രോസ് ചെയ്താൽ ഏതർ റെഡ് കളർ ഫ്ലവർ മാത്രം F1 ജനറേഷനകത്ത് വരണം, അല്ലെങ്കിൽ വൈറ്റ് കളർ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ജനറേഷനകത്ത് വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? റെഡിൻ്റെയും പിങ്കിൻ്റെയും മിക്സ് ആയിട്ട് പിങ്ക് കളർ വന്നു. കണ്ടോ? പിങ്കിൻ്റെയും റെഡിൻ്റെയും മിക്സ്ഡ് ആയിട്ട് പിങ്ക് കളർ ഫ്ലവർ ഫോം ചെയ്തു.
അപ്പോൾ ഇവിടെ എന്താണ്, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയി. അപ്പോൾ മെൻഡൽ പറഞ്ഞ പ്രകാരം ഏതെങ്കിലും ഒരു കളർ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. യൂഷ്വലി ഡാർക്ക് കളേഴ്സാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. ഇവിടെ റെഡ് ഡോമിനൻ്റ് ആയി നിൽക്കുന്നതിന് പകരം എന്താണ്, രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയി. അപ്പോൾ പിങ്ക് കളർ ഫോം ചെയ്തു. അപ്പോൾ മെൻഡലിൻ്റെ കൺസെപ്റ്റ് അവിടെ തെറ്റായില്ലേ? മെൻഡൽ എന്താ പറഞ്ഞിരുന്നത്, ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ കളർ മാത്രമേ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുള്ളൂ എന്ന്. ഇവിടെ ഫസ്റ്റ് ജനറേഷൻ നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും പാരൻറ്റിൻ്റെ കളറാണോ? അല്ല, റെഡ് കളറുമല്ല വൈറ്റ് കളറുമല്ല, പകരം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിട്ട് ഒരു പിങ്ക് കളറാണ് ഇവിടെ ഫോം ചെയ്തത്. ഇതാണ് ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ മെൻഡലിൻ്റെ കൺസെപ്റ്റ് പ്രകാരം എന്തായിരുന്നു, F1 ജനറേഷനകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ വരുള്ളൂ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പ്രകാരം എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വന്നിട്ട്. അതായത് പാരൻറ്റിൻ്റെ അല്ല, റെഡുമല്ല വൈറ്റുമല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നമ്മുടെ മെൻഡലിൻ്റെ കൺസെപ്റ്റ് പ്രകാരം എന്തായിരുന്നു, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡോമിനൻ്റ് ആയിരിക്കും, അത് മാത്രമേ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇവിടെ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ഡോമിനൻ്റ് ആയില്ല, ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് പിങ്ക് വന്നത്, അതായത് റെഡ് അതുപോലെ തന്നെ വൈറ്റ് രണ്ടിൻ്റെയും മിക്സ് കിട്ടിയത്. ഇനി ഇത് രണ്ടിനെയും മറികടന്നുകൊണ്ട് വേറൊരു കൺസെപ്റ്റ് വന്നു, അതാണ് എന്ത്, കോ ഡോമിനൻസ്. എന്താണ് കോ ഡോമിനൻസ്? കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് എന്താ കിട്ടുന്നത്, രണ്ട് ക്യാരക്ടറും ഒരുമിച്ച് വരിക. അപ്പോൾ മെൻഡലിൻ്റെ എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താ പറഞ്ഞത്, രണ്ടും ഒരുമിച്ച് വന്നു, അതായത് ഒരുമിച്ച് വന്നു എന്നല്ല, ഇൻകംപ്ലീറ്റിൽ എന്താ പറഞ്ഞത്, രണ്ട് ക്യാരക്ടറും വന്നിട്ടില്ല അല്ലേ. റെഡും വൈറ്റും ക്രോസ് ചെയ്തപ്പോൾ റെഡും വന്നില്ല വൈറ്റും വന്നില്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ് വന്നത്. ഇനി കോ ഡോമിനൻസിൽ രണ്ടും ഒരുമിച്ച് വരും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് വരുന്നത്? ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനകത്ത് AB ഗ്രൂപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കോ ഡോമിനൻസിൻ്റെ അകത്തുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് AB ബ്ലഡ് ഗ്രൂപ്പ്. A ബ്ലഡ് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ വന്നാൽ തെറ്റാണ്, B എന്ന് വന്നാൽ തെറ്റാണ്, O എന്ന് വന്നാൽ തെറ്റാണ്, ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് വന്നാൽ തെറ്റാണ്. AB ഗ്രൂപ്പിൻ്റെ കൺസെപ്റ്റ് മാത്രമേ, ABO ബ്ലഡ് ഗ്രൂപ്പിനകത്ത് AB ഗ്രൂപ്പ് വന്നാൽ മാത്രമേ ഇതിനകത്ത് കോ ഡോമിനൻസ് പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, A ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പാരൻറ്റ്, ഇപ്പോൾ മദർ A ബ്ലഡ് ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ IA എന്ന് എഴുതുന്നു. ഇത് നമ്മളെ ഫാദർ B ബ്ലഡ് ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെ A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും അവർ രണ്ടും നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. കമ്പൾസറി അല്ല, പക്ഷെ അങ്ങനൊരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ IA IB അങ്ങനെ A ബ്ലഡ് ഗ്രൂപ്പും B ഗ്രൂപ്പും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, AB ഗ്രൂപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തേൽ എന്തായിരുന്നു, ആദ്യത്തെ മെൻഡലിൻ്റെ കൺസെപ്റ്റിൽ എന്തായിരുന്നു, ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ വരുള്ളൂ, അത് തെറ്റായില്ലേ? നെക്സ്റ്റ് ഇൻകംപ്ലീറ്റിൽ എന്താ പറഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് അല്ലേ, കംപ്ലീറ്റ് ഡോമിനൻസ് അല്ല പക്ഷേ ഇൻകംപ്ലീറ്റ്, അതിവിടെ സംഭവിച്ചു. ഇൻ്റർമീഡിയറ്റ് അല്ല, ഇവിടെ എന്താ വന്നത്, Aയും വന്നു Bയും വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, കോ ഡോമിനൻസ് ആണ്. അതാണ് ഏതിൻ്റെ കേസിൽ, ബ്ലഡ് ഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പ് കോ ഡോമിനൻസ്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ നമുക്ക് സിലബസിനകത്ത് കോ ഡോമിനൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾ ഇത്രയും സ്ഥലത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇതേ പറഞ്ഞിട്ടുള്ളൂ. സംഭവം ഇതാണ്, A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും ഉള്ള രണ്ട് പാരൻസിനെ എടുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്താൽ നമുക്കവിടെ AB ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നല്ല, കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, നമ്മുടെ ബോത്ത് പാരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് അവിടെ വന്നില്ലേ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അല്ല, എന്തെല്ലാം മെൻ്റലിൻ്റെ കൺസെപ്റ്റിൽ പറഞ്ഞ ഡോമിനൻസും അല്ല, കംപ്ലീറ്റ് ഡോമിനൻസും അല്ല, മറിച്ച് ഇതെന്താണ്, കോ ഡോമിനൻസ് ആണ്. അപ്പോൾ ഇതാണ് എന്ത്, കോ ഡോമിനൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്പിൾ അലീൽസ് ആണ്. എന്താണ്, മൾട്ടിപ്പിൾ അലീൽസ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ, വേറെ ഏത് ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല, കോ ഡോമിനൻസ് കിട്ടില്ല. അതാ ഇപ്പോൾ അലീൽ നമ്മുടെ പാരൻറ്റ് A ബ്ലഡ് ഗ്രൂപ്പും A ബ്ലഡ് ഗ്രൂപ്പും എടുത്താൽ നമുക്ക് A ഗ്രൂപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് എത്ര ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്, 4 അല്ലേ, AB AB O അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ Aയും ക്രോസ് ചെയ്ത് നമുക്ക് A കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ I, അത് റിസസീവ് ക്യാരക്ടറാണ്, അത് രണ്ടും ക്രോസ് ചെയ്താൽ നമുക്ക് A കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ Bയും ക്രോസ് ചെയ്താൽ B കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ Bയും റിസസീവ് എടുത്താൽ B കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്മോൾ ലെറ്റർ I എടുത്താൽ നമുക്ക് O കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്താണ്, നമുക്ക് സെയിം, അതായത് നമ്മുടെ പാരൻറ്റിൻ്റെ ക്യാരക്ടർ തന്നെയാണ് കിട്ടുന്നുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോ ഡോമിനൻസ് എപ്പോഴേ വരുന്നുള്ളൂ, Aയും Bയും മാത്രം കമ്പൈൻ ചെയ്യുമ്പോഴാണ് Aയും Bയും
കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോഡോമിനൻസ് കിട്ടുന്നുള്ളത്. അപ്പോൾ പ്രത്യേകം ഓർത്ത് വെക്കുക, എല്ലാ ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. AB ബ്ലഡ് ഗ്രൂപ്പ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കറക്റ്റാണ്. ഏതിന്? കോഡോമിനൻസിന്. അപ്പോൾ നമുക്കിനി മൾട്ടിപ്പിൾ അലീൽസ് എന്ന കൺസെപ്റ്റ് കൂടി ഒന്ന് ക്ലിയർ ആക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എത്ര ബ്ലഡ് ഗ്രൂപ്പ്സാണ് ഉള്ളത്? A ഉണ്ട്, AB ഉണ്ട്, A ഉണ്ട്, O ഉണ്ട്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. വിച്ച് മീൻസ് 4 ഫീനോടൈപ്സ് ആണുള്ളത്. ABO ബ്ലഡ് ഗ്രൂപ്പിനകത്ത് 4 ഫീനോടൈപ്പ് ഉണ്ട്. ഇനി നമ്മൾ ജീനോടൈപ്പ് നോക്കുകയാണെങ്കിലോ, ജീനോടൈപ്പ് നോക്കിയാൽ A ബ്ലഡ് ഗ്രൂപ്പ് തന്നെ നമുക്ക് IA വരുന്നുണ്ട്. പിന്നെ അതേ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ IA പറഞ്ഞില്ലേ, A ബ്ലഡ് ഗ്രൂപ്പ് തന്നെ I ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 ആയില്ലേ. നെക്സ്റ്റ് B ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഫീനോടൈപ്പ് നോക്കിയേ, IB വരുന്നുണ്ട്. പിന്നെ IB സ്മോൾ ലെറ്റർ I വരുന്നുണ്ട്. അപ്പോൾ അവിടെയും 2 വരുന്നുണ്ടല്ലോ. പിന്നെ ഒരു O ഗ്രൂപ്പിൻ്റെ സ്മോൾ ലെറ്റർ I, പിന്നെ എന്താണ് നമ്മുടെ IB. അങ്ങനെ ടോട്ടലി എത്ര വരുന്നുണ്ട്? 2 3 4 5 6 ജീനോടൈപ്പും 4 ഫീനോടൈപ്പുമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനകത്തുള്ളത്. ഫീനോടൈപ്പ് ഏതൊക്കെയാണ്? A ഗ്രൂപ്പ്, AB, O, അതുപോലെ തന്നെ B ഗ്രൂപ്പ്. 6 ജീനോടൈപ്സ് ഉണ്ട്. A തന്നെ 2 തരത്തിൽ വരുന്നുണ്ട്, B തന്നെ 2 തരത്തിൽ വരുന്നുണ്ട്, പിന്നെ ഒരു AB, പിന്നെ ഒരു O. അങ്ങനെ 4 ഫീനോടൈപ്പും അതുപോലെ തന്നെ 6 ജീനോടൈപ്പുമാണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനകത്തുള്ളത്. അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. പിന്നെ ഈ I ജീനകത്ത് എത്ര അലീൽസ് ഉണ്ട് നോക്കി, 1 2 3 അല്ലേ? എത്ര അലീൽസ് വരുന്നുണ്ട്? IA വരുന്നുണ്ട്, IB വരുന്നുണ്ട്, സ്മോൾ ലെറ്റർ I വരുന്നുണ്ട്. അപ്പോൾ ഈ I ജീൻസിന് എത്ര അലീൽസ് ഉണ്ട്? 3 അലീൽസ് ഉണ്ട്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് there are more than 2 alleles, 3 alleles governing the same character. അപ്പോൾ സെയിം ക്യാരക്ടർ ഗവേൺ ചെയ്യാൻ വേണ്ടി 3 അലീൽസ് വരുന്നു, 2ൽ കൂടുതൽ അലീൽസ് വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയാം. സോ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് വെച്ചാൽ എന്താണ്? 2ൽ കൂടുതൽ അലീൽസ് പ്രസൻ്റ് ആകുമ്പോൾ, ഇവിടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് 3 അലീൽസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ABO ബ്ലഡ് ഗ്രൂപ്പ് തന്നെ നമുക്ക് എന്തിനൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം? കോഡോമിനൻസിനും മൾട്ടിപ്പിൾ അലീൽസിനും നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട് മൾട്ടിപ്പിൾ അലീൽസിന്. മൾട്ടിപ്പിൾ അലീൽസ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി വെൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ മെയ്ഡ്. ദാറ്റ് ക്യാൻ ബി സീൻ ഓൺലി വെൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ മെയ്ഡ്. ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണെന്ത്? മൾട്ടിപ്പിൾ അലീൽസും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കോഡോമിനൻസും. അപ്പോൾ കോഡോമിനൻസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും ചിലപ്പോൾ മനസ്സിലാവാത്തത് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നും അതുപോലെ തന്നെ മെൻ്റലിൻ്റെ കൺസെപ്റ്റിലുള്ള ഡോമിനൻസ് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ചാപ്റ്റർ ഒന്ന് മൊത്തം വായിച്ചു നോക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് വേണ്ട ടോപ്പിക്സ് എന്ന് മാത്രം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? കോഡോമിനൻസും മൾട്ടിപ്പിൾ അലീൽസും. ഈ രണ്ടിനും കോമൺ എക്സാമ്പിളാണ് വരുന്നുള്ളത് ABO ബ്ലഡ് ഗ്രൂപ്പ്. ഓർത്ത് വെക്കുക, I ജീൻസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ക്രോസ് ചെയ്യുമ്പോഴാണ് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയുള്ളത് എന്താണ്? മൾട്ടിപ്പിൾ അലീൽസം. അതിനകത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം. പിന്നെ കോഡോമിനൻസിൽ ശ്രദ്ധിക്കേണ്ടത് AB ഗ്രൂപ്പ് എന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് കോഡോമിനൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ആ പോയിൻ്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ എന്താണ്? കോഡോമിനൻസും മൾട്ടിപ്പിൾ അലീൽസും കഴിഞ്ഞു. നെക്സ്റ്റ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. എന്താണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിന് മുൻപായിട്ട് മൾട്ടിപ്പിൾ അലീൽസിന് നമ്മൾ ചെറിയൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു I ജീൻസിനകത്ത് എത്ര അലീൽസ് ഉണ്ട്? 3 അലീൽസ് ഉണ്ട്. I ജീൻസിനകത്ത് എത്ര അലീൽസ് ഉണ്ട്? 3 അലീൽസ് ഉണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ 4 ഫീനോടൈപ്പും 6 ജീനോടൈപ്പും ആയിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പം നമുക്ക് അലീൽസിൻ്റെ എണ്ണം അറിയെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ജീനോടൈപ്സ് കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് n/n+1/2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ 3 നമ്പർ അലീൽസ് എത്രയാണ്? 3 × 4/2 അല്ലേ? n എന്ന് പറയുമ്പോൾ 3 ആണ്, n+1 എന്ന് പറയുമ്പോൾ 4 ആവും. അപ്പോൾ 12/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ജീനോടൈപ്സ് എത്രയാണ്? 6. അപ്പോൾ എങ്ങനെ നമുക്ക് എക്സാമിന് ഇപ്പോൾ നമ്പർ ഓഫ് അലീൽസ് = 22 എന്ന് പറയുന്നു. എന്നിട്ട് ജീനോടൈപ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 22 × 23/2 ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക കേട്ടോ. n × n+1/2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഈ n എന്താണ്? നമ്പർ ഓഫ് അലീൽസ് ആണ്. അപ്പോൾ അലീൽസിൻ്റെ എണ്ണം കിട്ടിയാൽ ജീനോടൈപ്പ് എത്ര ജീനോടൈപ്പ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിൽ നമുക്കറിയാം അല്ലേ, മെൻ എന്ന് പറയുന്നത് അവരുടെ ക്രോമസോംസ് ആയിരിക്കും XY ആയിരിക്കും,
ഫീമെയിലിൻ്റെത് XX ആയിരിക്കും. നമുക്ക് ഏതൊരു ഹ്യൂമൻ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പർ ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട് അല്ലേ? ഈ 46 ക്രോമസോംസിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഓട്ടോസോംസും ഉണ്ട്, അതുപോലെ തന്നെ സെക്സ് ക്രോമസോംസും ഉണ്ട്. അങ്ങനെ ഈ 46-നകത്ത് നമുക്ക് ഓട്ടോസോംസും ഉണ്ട്, അതുപോലെ തന്നെ സെക്സ് ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ 44 ഓട്ടോസോംസ് ആണ് ഉള്ളത്. 44 + 2 ഏതാണ്? സെക്സ് ക്രോമസോംസ്. ഈ 2 എന്ന് പറയുന്നത് ഈ 2 സെക്സ് ക്രോമസോംസ് XY ആണെങ്കിൽ അത് മെയിലായിരിക്കും, ഇനി അത് XX ആണെങ്കിൽ അത് ഫീമെയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഏത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായില്ലേ? 46 ക്രോമസോംസ് ആണ് ടോട്ടൽ ഉള്ളത് ഒരു ഇൻഡിവിജ്വലിൽ. അതിനകത്ത് 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസിനകത്ത് XY ആണത് മെയിലായിരിക്കും, XX ആണതെങ്കിൽ ഫീമെയിലായിരിക്കും. ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 44 XYയും അതുപോലെ തന്നെ 44 XX ഇത് എന്താണ് ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യും, മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 44 എന്ന് പറയുന്നത് കറക്റ്റ് ഹാഫായിട്ട് മാറും, 22 എന്നാവും. എന്നിട്ട് എയ്തർ X ക്രോമസോം വരും, അതുപോലെ തന്നെ 22 എന്ന് പറയുന്നത് +Y ക്രോമസോം. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന മിയോട്ടിക് ഡിവിഷൻ്റെ പ്രൊഡക്ട്സ്. ഇവിടെയാണെങ്കിലോ രണ്ടും എന്തായിരിക്കും? 22X 22X ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഓവം, ഇത് രണ്ട് സ്പെർം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നെക്സ്റ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ഈ X ക്രോമസോം വന്നിട്ട് X ക്രോമസോം തന്നെ ആയിട്ടാണ് ഇത് രണ്ടുമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഫീമെയിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഈ Xും Yയും ആണെങ്കിൽ അവിടെ ഒരു മെയിൽ ഉണ്ടാവും. ഇതാണ് ഏത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസിൻ്റെ കേസിൽ വരുന്നുള്ളത്. അപ്പോൾ സെക്സ് ക്രോമസോം എത്രയാണ്? 2 Xും Yയും. പിന്നെ ഓട്ടോസോംസ് എത്രയായിരിക്കും? 44. അവരുടെ മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് വരുമ്പോൾ 22 ഓട്ടോസോംസും ഒരു സെക്സ് ക്രോമസോം ആയിരിക്കും വരിക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 44 XYയും അതുപോലെ തന്നെ 44 XX അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നീട് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഫീമെയിൽസിൻ്റെ കേസിൽ രണ്ടും 22X തന്നെ ആയിരിക്കും. മെയിൽസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? 22XX അല്ലല്ലോ, 22Xും ഒരു ഗ്യാമീറ്റ്, 22Y മറ്റൊരു ഗ്യാമീറ്റ് ആയിരിക്കും. അങ്ങനെ 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ആരുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട്? മെയിൽസിൻ്റെ കേസിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും? ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറയും. മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറയും. മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് പറയും. ഓക്കെ അല്ലേ? സോ മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ പേരെന്ത്? മെയിൽ ഹെറ്ററോഗ്യാമിറ്റി എന്ന് നമ്മൾ പറയുന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ ടേം കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. ഇത് വേറെ ഏതോ ഒരു ഓർഗാനിസത്തിൻ്റെ കേസിലാണ്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് നോക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആവും. ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് 2 കാറ്റഗറി ഉണ്ട്. മെൻ്റലിയൻ ഡിസോർഡറും അതുപോലെ തന്നെ ക്രോമസോമൽ ഡിസോർഡറും. ഏതൊക്കെയാണ്? മെൻ്റലിയൻ ഡിസോർഡറും അതുപോലെ തന്നെ ക്രോമസോമൽ ഡിസോർഡറും. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നുള്ളത് മെൻ്റലിയൻ ഡിസോർഡറാണ്. ഈ മെൻ്റലിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഡിസോർഡേഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഓഫ്സ്പ്രിങ് ഓൺ ദ സെയിം ലൈൻസ്. അതായത് ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽ, അതായത് നമ്മുടെ ഫാദറോ മദറോ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഡിസീസ്ഡ് അല്ലെങ്കിൽ ആ ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ അവരത് നെക്സ്റ്റ് ലൈനിലുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിന് അത് പാസ് ചെയ്യും. നെക്സ്റ്റ് എഗെയിൻ അത് നെക്സ്റ്റ് ഓഫ്സ്പ്രിങ്ങിന് പാസ് ചെയ്യും. അങ്ങനെ എന്താണ് നമ്മുടെ ഓരോ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഡിസീസ്, അതായിരിക്കും എന്ത്? മെൻ്റലിയൻ ഡിസോർഡർ. സോ മെൻ്റലിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ദീസ് ഡിസോർഡേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ ഓഫ്സ്പ്രിങ് ഓൺ ദ സെയിം ലൈനിലുള്ള ഓഫ്സ്പ്രിങ്ങിന് അത് പാസ് ചെയ്തുകൊണ്ട് പോകും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെൻ്റലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ചില സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ കേസിൽ നമ്മുടെ ഫാദറോ മദറോ എന്തല്ല മെൻ്റലിയൻ ഡിസോർഡറുള്ള ഒരാളല്ല. പക്ഷെ എന്തായിരിക്കും? അവർ കാരിയർ ആയിരിക്കും, അതായത് റിസസീവ് ആയിരിക്കും അവരുടെ കേസിൽ. മെൻ്റലിയൻ ഡിസോർഡേഴ്സ് ചിലപ്പോൾ ഡോമിനൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെൻ്റലിയൻ ഡിസോർഡർ ഡോമിനൻ്റ് ആയിരുന്നു, അത് നമ്മുടെ ഒരു പാരൻറ്റിൽ നിന്ന് മറ്റൊരു പാരൻറ്റിലേക്ക് പോയി. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റാണ്. ഇവിടെ മദറിനോ ഫാദറിനോ എന്തില്ല, ഡിസീസ് ഇല്ല, പക്ഷെ അവർ കാരിയേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഓഫ്സ്പ്രിങ്ങിൻ്റെ കേസിൽ ആ ഡിസീസ് കണ്ടുവരുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇത് മെൻ്റലിയൻ ഡിസോർഡേഴ്സ്. ഇതിൻ്റെ ഓരോരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസാണ്. ഇതാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസാണ് ഏത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. റിസസീവ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താണ്? നമ്മുടെ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാരിയർ ആയിരിക്കും നമ്മുടെ മദർ അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത്.
അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാരിയേഴ്സാണ്, അതായത് പാരൻസിന് ഡിസീസ് ഇല്ല. ഇപ്പോൾ ഹീമോഫീലിയൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള മദർ കാരിയർ ഫീമെയിൽ ടു സം ഓഫ് ദ മെയിൽ പ്രോജനി. നമ്മുടെ ഓഫ് സ്പ്രിങ്ങിൽ ഏത് വേണം? മെയിലായിട്ടുള്ള ഒരു ഫസ്റ്റ് ജനറേഷനകത്ത് മെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാരിയർ ഫീമെയിലിൽ നിന്ന് അത് മെയിലിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഇത് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആയിട്ടുള്ള ഹീമോഫീലിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് ഇതിനകത്ത് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ കാരിയർ മെയിൽ പ്രോജനിയിലോട്ട് നമ്മുടെ ഈ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ ഈ ഡിസീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, in this disease, a single protein, that is part of the cascade of proteins involved in clotting blood is affected. ശരിക്കും ഈ ഡിസീസിനകത്ത് ഒരു സിംഗിൾ പ്രോട്ടീൻ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ അല്ല, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് ഈ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നുള്ളത്. ഒരുപാട് പ്രോട്ടീൻസും ഒരുപാട് എൻസൈംസ് ഒക്കെ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോട്ടീൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്താണ്, ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സിംഗിൾ പ്രോട്ടീനാണ് ഇവിടെ പ്രോബ്ലം ഉള്ളത്, ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസിനകത്ത് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ പ്രോട്ടീൻ, ഈ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് റിയാക്ഷനാണ്. ഫസ്റ്റ് ഒരു സാധനം വരുന്നു, ആ ഫാക്ടർ നെക്സ്റ്റ് ആളെ ആക്ടിവേറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ആളെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെ സീരീസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോട്ടീന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയൊരു കട്ട്, എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ തന്നെ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാകും. കാരണം ക്ലോട്ടിങ് നടക്കില്ലല്ലോ, അവിടെ ഒരു പ്രോട്ടീന് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ പ്രോട്ടീനിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ സീരീസ് ആയിട്ട് നടക്കേണ്ട ഒരു സ്റ്റെപ്പ് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി നടക്കില്ല. അപ്പോൾ എന്താണ്, ക്ലോട്ടിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഇൻഡിവിജ്വലിന്, അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ബ്ലീഡിങ് ഉണ്ടാവും. സോ നമ്മുടെ ഫീമെയിൽ കാരിയർ ആർക്ക് പാസ് ചെയ്യും? നമ്മുടെ സൺസിനായിരിക്കും അത് പാസ് ചെയ്യുക. ഡോട്ടേഴ്സിന് പോകില്ല, പകരം ആൺകുട്ടികൾക്കായിരിക്കും ആ ഡിസീസ് പോകുന്നുള്ളത്. The possibility of a female becoming hemophilic is extremely rare because mother of such female has to be at least carrier and the father should be hemophilic. ഇവിടെ എന്താണ്, ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവുന്നതിനുള്ള റീസൺസ് വളരെ റെയർ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിലിന് കിട്ടണമെങ്കിൽ ആർക്ക് ഹീമോഫിലിക് ആയിരിക്കണം? നമ്മുടെ മെയിൽ ഫാദറിന് ഹീമോഫിലിയ ഉണ്ടാവണം. അതായത് ഫീമെയിൽസിന് കിട്ടുന്നത് ഫാദറിൽ നിന്നും മെയിൽസിന് കിട്ടുന്നത് മദറിൽ നിന്നുമാണ്. അപ്പോൾ ഫീമെയിൽസിന് ഹീമോഫിലിയ കിട്ടണമെങ്കിൽ ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം. അങ്ങനെ ഫാദർ ഹീമോഫിലിക് ആവണമെങ്കിൽ ആ ഫാദറിൻ്റെ മദർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മദർ ഹീമോഫിലിക് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് വളരെ റെയറാണ്. അപ്പോൾ ഇതാണ് ഹീമോഫിലിയനെ കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ട് എന്താണ്, ഒരു സിംഗിൾ പ്രോട്ടീനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. സിംഗിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്ലോട്ടിങ് ഓഫ് ബ്ലഡിൽ പങ്കെടുക്കുന്ന ഒരു സിംഗിൾ പ്രോട്ടീനെയാണ് അത് അഫക്റ്റ് ചെയ്യുക. അങ്ങനെ അഫക്റ്റ് ചെയ്താൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല, ചെറിയൊരു ഇഞ്ചുറി എന്നാൽ തന്നെ ബ്ലീഡിങ് സംഭവിക്കും, വലിയൊരു പ്രശ്നമാണ്. അതാണ് ഹീമോഫിലിയ. നെക്സ്റ്റ് എന്താണ്, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ വേറൊരു കാര്യം, ഹീമോഫിലിയ ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസാണ്, അത് ഓർത്ത് വെക്കണം. റിസസീവ് വെച്ചാൽ മനസ്സിലായില്ലേ? ഫാദർ കാരിയർ ആയിട്ടുള്ള മദറിൽ നിന്ന് സണ്ണിലേക്കാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. കാരിയറാണ് മദറിൽ ആ ഡിസീസ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. മദറിന് ഒരു റിസസീവ് ക്യാരക്ടറായിട്ടാണ് ആ ഡിസീസ് ഉണ്ടായത്. പക്ഷെ അത് കുട്ടിയിലേക്ക് എത്തുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്തു. അതാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംഗിൾ സെൽ അനീമിയ. സിംഗിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ സെക്സ് ലിങ്ക്ഡ് അല്ല, ഇത് ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. നമ്മുടെ ഓട്ടോസോമിൽ ക്രോമസോംസിലെ നമ്മൾ പറഞ്ഞില്ലേ 22X 22Y എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ 22 ഓട്ടോസോംസിന് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് ഓട്ടോസോം ലിങ്ക്ഡ് ഡിസീസ്. അതുപോലെ തന്നെ സെക്സ് ലിങ്ക്ഡ് പറയുമ്പോൾ ഇത് ഈ സെക്സ് ക്രോമസോമിന് ഉണ്ടാകുന്ന പ്രശ്നം മൂലമായിരിക്കും. അപ്പോൾ ഇവിടെയും ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് തന്നെയാണ് ഇത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ആരിലേക്കാണ് പാസ് ചെയ്യുന്നുള്ളത്? ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം parents to the offspring when both the partners are carrier of the gene. രണ്ട് പാർട്ട്നേഴ്സും എന്താണ്, ഈ ഡിസീസിൻ്റെ കാരിയർ ആണെങ്കിൽ മാത്രമേ ഈ ഡിസീസ് നമ്മുടെ ഓഫ് സ്പ്രിങ്ങിന് കിട്ടുള്ളൂ. ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പെയർ ഓഫ് അലീൽ. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് 3 pairs ഓഫ് അലീൽസ് കണ്ടു അല്ലെ, 3 alleles കണ്ടു. ഇവിടെ സിംഗിൾ പെയർ ഓഫ് അലീലാണുള്ളത്. HBAയും HBSും ഒരു പെയർ, HBAയും അതുപോലെ തന്നെ HBSും. ഇനി ഇതിൻ്റെ പോസിബിൾ എന്താണ്, HBA HBS ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് ഉണ്ടല്ലോ, പോസിബിൾ ജീനോടൈപ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഹോമോസൈഗോസ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവുമല്ലോ, അതായത് HBSും HBSും, അത് മാത്രമേ ഡിസീസ്ഡ് ഫീനോടൈപ്പ് കാണിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാണ്, HBSും HBSും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് HBSഉം HBAയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ജീനോടൈപ്സ് ഉണ്ട്. അതിനകത്ത് HBS വന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഡിസീസ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ HBA ഫാദർ HBAയും മദർ HBSഉം ആണെങ്കിൽ ഡിസീസ് അല്ല. ഇനി ഫാദർ HBSഉം മദർ HBA ആണെങ്കിലും ഡിസീസ്ഡ് അല്ല. പകരം രണ്ടാളും HBS ആയാൽ മാത്രമേ, അങ്ങനെ ഒരു ജീനോടൈപ്പ് വന്നാൽ മാത്രമേ ഫീനോടൈപ്പ് എന്തായിട്ട് വരുള്ളൂ, സിക്കിൾഡ് സെൽ ഫീനോടൈപ്പായിട്ട് വരുള്ളൂ. ഈ HBS എന്ന് പറഞ്ഞിട്ട് വരുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അതെങ്കിൽ അൺഅഫക്റ്റഡ് ആയിരിക്കും, പക്ഷേ ക്യാരിയറായിട്ട് അവർ ആക്ട് ചെയ്യും. ക്യാരിയറായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, RBCs ഒരു സിക്കിൾ ഷേപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സിക്കിൾ സെൽ ഷേപ്പിലേക്ക് വരികയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ വരേണ്ട സ്ഥലത്ത് ഇവിടെ നമുക്ക് വാലിൻ, ഹിസ്റ്റമിൻ, ല്യൂസിൻ, ത്രിയോണിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെപ്റ്റൈഡ് ബോണ്ടിനകത്ത് ഓരോ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇവിടെ ഗ്ലൂട്ടാമിൻ വരേണ്ട സ്ഥലത്തേക്ക് ഈ ഗ്ലൂട്ടാമിന് പകരം ആര് വരുന്നു, വാലിൻ വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഒരു ബീറ്റാ ഗ്ലോബിൻ ചെയിൻ എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് ഡിഫറെൻറ്റ് ചെയിൻസ് ഉണ്ട്. ആ ഹീമോഗ്ലോബിൻ്റെ ഒരു ചെയിനാണ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ആ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷനിൽ ശരിക്കും വേണ്ടത് ആരാണ്, ഗ്ലൂട്ടാമിനാണ്. ഈ പകരം ഗ്ലൂട്ടാമിക് ആസിഡാണ്. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ഈ വാലിൻ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസാണ്. നെക്സ്റ്റ് ഫീനൈൽ കീറ്റോനൂറിയ. ഇത് മോട്ടോസോമൽ റിസസീവ് ട്രൈറ്റ് തന്നെയാണ്. ഇവിടെ ഇൻഡിവിജ്വൽസിന് ഒരു എൻസൈം ഉണ്ടാവില്ല. ആ എൻസൈം എന്ന് പറയുമ്പോൾ നമ്മുടെ അമിനോ ആസിഡ് ഫീനൈൽ അലനിനെ തൈറോസിനാക്കി മാറ്റുന്ന ആ എൻസൈമിൻ്റെ ആബ്സെൻസ് ആയിരിക്കും ഹ്യൂമൻസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഹീമോഫീലിയക്കകത്ത് ഒരു പ്രോട്ടീൻ്റെ ആബ്സെൻസ് ആയിരുന്നു, ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആയിരുന്നു. സിക്കിൾ സെല്ല് അനീമിയക്കകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ കയറി വരുന്നു, അതായിരുന്നു പ്രശ്നം. ഇവിടെ ഫീനൈൽ കീറ്റോനൂറിയയിൽ ഒരു എൻസൈം ഇല്ല. ആ എൻസൈം എന്തിനായിരുന്നു ശരിക്കും ആവശ്യമുണ്ടായത്, ഫീനൈൽ അലനിനെ തൈറോസിനാക്കി മാറ്റാൻ. അങ്ങനെ ഫീനൈൽ അലനിൻ തൈറോസിനായി മാറുന്നില്ലെങ്കിൽ ഈ ഫീനൈൽ അലനിൻ എന്താവും, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതെന്തായിട്ട് മാറും, ഫീനൈൽ പൈറുവിക് ആസിഡാക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ ആസിഡ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഏതൊക്കെയായിരുന്നു, ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും അതുപോലെ തന്നെ ഫീനൈൽ കീറ്റോനൂറിയയും. നെക്സ്റ്റ് ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മൾ പറയില്ലേ, നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ 23 പെയർസ് ഉണ്ട്, 22 ഓട്ടോസോംസും 1 സെക്സ് ക്രോമസോംസും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്രോമസോമിൽ പ്രശ്നമുണ്ടാകുന്നതാണ് ഈ ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആബ്സെൻസ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ക്രോമസോം മിസ്സായി പോവാണ്. 1, 2, 3 എന്ന് പറഞ്ഞാൽ ഓരോ ക്രോമസോംസിന് നമ്പർ ഉണ്ട്. 23 ക്രോമസോംസ് നമുക്ക് വേണമല്ലോ. അപ്പോൾ നമുക്ക് 2nd ക്രോമസോം മിസ്സാവുന്നു, അല്ലെങ്കിൽ 3rd ക്രോമസോം മിസ്സാവുന്നു. അങ്ങനെ ഓരോ ക്രോമസോംസിൻ്റെ മിസ്സിങ് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഒരു ക്രോമസോം എക്സ്ട്രാ ഉണ്ടാവുക, ഇതൊക്കെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഡൗൺസ് സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ക്രോമസോം നമ്പർ 21 ഉണ്ടാകുന്ന പ്രശ്നമാണ്. അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21 ആണ്. ഒരു എക്സ്ട്രാ ക്രോമസോം നമ്പർ 21 കൂടി അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. അഡീഷണൽ കോപ്പി, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡൗൺസ് സിൻഡ്രോം എന്ന് പറയാം. ഇവരെന്തായിരിക്കും, ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, സ്മോൾ റൗണ്ട് ഹെഡ് ഉണ്ടായിരിക്കും, ഫറോഡ് ടങ്ക്, അതുപോലെ തന്നെ പാർഷ്യലി ഓപ്പൺ മൗത്ത്. ഇതൊക്കെയാണ് ഇവരുടെ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21 വരുന്നതാണ് ഡൗൺസ് സിൻഡ്രോം. നെക്സ്റ്റ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 46 ക്രോമസോംസ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ അതിന് പകരം 47 ക്രോമസോംസ് വരുന്നു. സാധാരണ എങ്ങനെയാണ്, 44 + XX അല്ലെങ്കിൽ 44 + XY എന്നല്ല വരിക. പക്ഷേ ഇവിടെ ക്ലൈൻഫെൽറ്റേഴ്സിനകത്ത് 47 XXY വരുന്നു. അതാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടർണേഴ്സ് സിൻഡ്രോം. ഇവിടെ നമ്മുടെ 45 + X 6 ഇല്ല, 46 ഇല്ല, അതിന് പകരം 45 + ഒരു X ക്രോമസോം. അപ്പോൾ എത്രയായി, 45 +
44 പ്ലസ് ഒരു എക്സ് ക്രോമസോം 45 മാത്രമേ ഉള്ളൂ, 46 ഇല്ല. അതാണിത് ടർണേഴ്സ്. ക്ലൈൻഫിൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒന്ന് വരുന്നു 47. അപ്പോൾ ഇത്രയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോ താങ്ക് യു.